വേങ്ങര സ്വദേശി മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ ശരിവച്ച് മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ 1989 വെള്ളയിൽ കടപ്പുറത്ത് കൊലപാതകം നടന്നിരുന്നെന്ന് അന്നത്തെ നടക്കാവ് സിഐ ആയിരുന്ന റിട്ടയർഡ് SP സുഭാഷ് ബാബു റിപ്പോർട്ടറിനോട് പറഞ്ഞു. കേസുമായി ബന്ധപ്പെട്ട 2 വർഷത്തോളം അന്വേഷണം നടത്തിയിരുന്നു. ഒന്നും കണ്ടെത്താനായില്ല. വായ മൂടിയാണ് കൊലപാതകം നടത്തിയത് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നുവെന്നും സുഭാഷ് ബാബു പറഞ്ഞു. അതിൽ പ്രധാനമായിട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സർവീസിൽ അന്വേഷിച്ച കേസുകളിൽ കൊലക്കേസ് വാദിയെ അറിയില്ല, പ്രതിയെ അറിയില്ല, സാക്ഷികളുമില്ല, സാഹചര്യ തെളിവുകളുമില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ അന്ന് ഞാൻ ക്ലോസ് ചെയ്തൊരു കേസാണ്. അന്ന് ഈ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൽ എൻ്റെ ഓർമ്മയിൽ അദ്ദേഹത്തിൻ്റെ മൂക്കിലും മറ്റേ നോസ്ട്രൽസ്, അതായത് അതിന് ഉള്ളോട്ടുള്ള ഭാഗങ്ങളിലും മണ്ണുണ്ടായിരുന്നു എന്നുള്ളത് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വായിച്ചതായിട്ട് എനിക്കൊരു ചെറിയ ഓർമ്മ വന്നു. ഈ മണ്ണിൽ താഴ്ത്തി കൊന്നു എന്നൊക്കെ അദ്ദേഹം പിന്നെ കൂടുതൽ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിന് സമാനതകളുണ്ട്. അദ്ദേഹം ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് സ്ഥിരീകരിക്കാം. അദ്ദേഹം പറയുന്ന കഥയും ഇതിനകത്തിലെ പോസ്റ്റ്മോർട്ടം അന്ന് ചെയ്തിരിക്കുന്ന സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ശരിയാണ്. അഭിജിത്ത് മുഴക്കുന്ന നമുക്കൊപ്പം. അഭിജിത്ത് മുഴക്കുന്ന 2 കൊലപാതകങ്ങളെക്കുറിച്ച് വർഷങ്ങൾക്കിപ്പുറം 39, 37 വർഷം കഴിഞ്ഞിട്ടുള്ള വെളിപ്പെടുത്തലാണ് മുഹമ്മദ് അലി നടത്തിയത്. അതിൽ രണ്ടാമത്തെ വെള്ളയിലെ കൊലപാതകത്തിൽ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന പോലീസ് ഓഫീസർ തന്നെ ഇപ്പോൾ ചില കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ കാര്യങ്ങൾക്ക് ഒരു കണക്ഷൻ ആവുകയാണോ? സുജയ, മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലുകൾ പോലീസിനെ വല്ലാതെ വട്ടം കറക്കുന്നുണ്ട്. ആദ്യം കൂടരഞ്ഞിയിൽ ഒരു കൊലപാതകം നടത്തി, അതും 39 വർഷങ്ങൾക്ക് മുൻപ് എന്ന് പോലീസിനൊരു കുറ്റസമ്മത മൊഴി നൽകുന്നു. പിന്നീട് ദിവസങ്ങൾക്കിപ്പുറം താൻ മറ്റൊരു കൊലപാതകം കൂടി നടത്തിയിട്ടുണ്ട്, അത് വെള്ളയിൽ ബീച്ചിന് സമീപത്താണ് എന്നുള്ളൊരു മൊഴി കൂടി മുഹമ്മദ് അലി നൽകുന്നു. അതിൽ ഈ വെള്ളയിൽ കടപ്പുറത്ത് നടത്തിയ കൊലപാതകത്തിലാണ് ചില വെളിപ്പെടുത്തലുകൾ ഈ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന നടക്കാവ് CI പിന്നീട് SP ആയി വിരമിച്ച സുഭാഷ് ബാബു നൽകുന്നത്. അദ്ദേഹം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് 2 വർഷത്തോളം താൻ അന്വേഷണം നടത്തിയിരുന്നു. അന്ന് ഈ ആരാണ് കൊല്ലപ്പെട്ടതെന്നോ ആരാണ് കൊലപ്പെടുത്തിയതെന്നോ ദൃക്സാക്ഷികളോ ഒന്നും ആ കേസിലുണ്ടായിരുന്നില്ല. 2 വർഷം അന്വേഷണം നടത്തിയിട്ടും യാതൊരു തുമ്പും ലഭിക്കാതിരുന്നതോടെയാണ് ആ കേസ് താൻ അവസാനിപ്പിച്ചത്. അൺഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കേസ് അവസാനിപ്പിക്കുകയാണ് ഉണ്ടായിരുന്നത്. തനിക്ക് പെട്ടെന്ന് ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നപ്പോൾ പെട്ടെന്ന് തൻ്റെ മനസ്സിലേക്ക് ആ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരികയായിരുന്നു. അതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി അതൊരു കൊലപാതകമാണ് എന്ന് പറഞ്ഞിരുന്നു. കാരണം ഈ ശ്വാസകോശത്തിലേക്കൊക്കെ മണ്ണും പൊടിയുമൊക്കെ കയറിയാണ് വായ മൂടി നടത്തിയ ഒരു കൊലപാതകമാണ് എന്നുള്ള സംശയമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. ആ സംഭവങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ സുഭാഷ് ബാബു റിപ്പോർട്ടറിനോട് പ്രതികരിക്കുന്നത്. ഒപ്പം തന്നെ സുജയ, ഈ മുഹമ്മദ് അലി നൽകിയൊരു വെളിപ്പെടുത്തലുണ്ട്. തൻ്റെ ഒപ്പം ഈ വെള്ളയിൽ ബീച്ചിലെ കൊലപാതകം നടത്തുമ്പോൾ കഞ്ചാവ് ബാബു എന്നൊരാൾ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചുകൂടി ഈ സുഭാഷ് ബാബു ചില കാര്യങ്ങൾ പറയുന്നു. കാരണം ഏതാണ്ട് ആ സമയത്ത് ഈ വെള്ളയിൽ ബീച്ച് പരിസരം കേന്ദ്രീകരിച്ച് ഈ കഞ്ചാവ് ബാബു എന്നൊരാൾ ഉണ്ടായിരുന്നു. അയാൾ ബംഗ്ലാദേശ് കോളനിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ ആ പ്രദേശത്തുള്ളവരോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യത്തിൽ തനിക്ക് വ്യക്തതയില്ല. പക്ഷേ അങ്ങനെ ഒരാളുണ്ട്. അയാളെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് സാധിക്കുമെന്നും ഈ സുഭാഷ് ബാബു പറയുന്നുണ്ട്. ഏതായാലും ഇതുമായി വെള്ളയിൽ കടപ്പുറത്ത് ഒരു കൊലപാതകം നടന്നു എന്നത് സ്ഥിരീകരിക്കപ്പെടുകയാണ്. അജ്ഞാത മൃതദേഹമാണ്. അത് കാണാതായ ഒരാളെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടി സുഭാഷ് ബാബു ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആ രീതിയിൽ ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുമോ? അതറിയാൻ നമുക്ക് കാത്തിരിക്കാം.